2 വർഷം ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് വർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ പറയുന്ന പോലെ. കാരണം അത് അങ്ങനെയാണല്ലോ, നമ്മളെല്ലാവർക്കും അഭിപ്രായങ്ങൾ കൂടുതലുള്ളവരാണ്. നിങ്ങൾക്ക് ചോദിക്കാനുള്ള എല്ലാ ചോദ്യങ്ങളും ചോദിക്കാം, ഞാൻ അതിന് ഉത്തരം പറയാൻ തയ്യാറാണ്. ഞാൻ ഈ സമയത്ത് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇതെല്ലാവരും ഇമോഷണലായിട്ട് ചാർജായിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് ഒരു സമാധാനം കൊണ്ടുവരാൻ പറ്റിയെന്ന് വരില്ല. ഇതിനൊരു സമയമുണ്ട്. ഈ വെള്ളം ഒഴുകിപ്പോവും സാർ, ഈ വെള്ളം ഒഴുകിപ്പോവും. ഒരുപാട് വെള്ളം ഇതിൻ്റെ അടിയിൽ കൂടി ഒഴുകിപ്പോയിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളെ ഞങ്ങൾ തരണം ചെയ്തിട്ടുണ്ട്, ഒരുപാട് പ്രതിസന്ധികളെ ഈ സംഘടന തരണം ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരു കാര്യത്തിൽ ഞങ്ങൾ എന്നും ഉറച്ചു നിന്നിട്ടുണ്ട്. ഈ സംഘടനയുടെ നിലനിൽപ്പ് എന്ന് ചോദ്യം ചെയ്യപ്പെടുന്നോ അന്ന് ഞങ്ങളെല്ലാം ഒരു കെട്ടക്കെട്ടായിട്ട് തന്നെ ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അല്ല, ഞങ്ങളാരും നിങ്ങളെ കുറ്റം പറയുന്നില്ലല്ലോ. നിങ്ങൾക്ക് നിങ്ങളെ വിമർശിക്കാനുള്ള അധികാരം ഉണ്ടെന്ന് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ പേര് കുറ്റമല്ല പറഞ്ഞത്. നമ്മുടേതായിട്ടുള്ള ഈ കാര്യങ്ങൾ പറഞ്ഞെന്നുള്ളൂ, നിൽക്കണമെന്നുള്ളത്. അല്ല, ഇത് നമ്മളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് സാർ, ഞങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് സാർ. അത് നമ്മളിൽ എല്ലാവരും ഇല്ലേ, എല്ലാ സംഘടനയിലും ഇല്ലേ? ഇത് എല്ലാ സംഘടനകളിലും ഈ സംഘടന മാത്രമാണ് അഭിപ്രായ വ്യത്യാസമുള്ള ഒരു സംഘടന അല്ലല്ലോ. അത് ഉണ്ടാവും, മലയാളിയല്ലേ. എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഈ സംഘടന നിലനിൽക്കണം എന്നുള്ളതാണ്. അതാണ് എൻ്റെ ഉദ്ദേശം. അല്ല, അത് തീർച്ചയായിട്ടും തന്നെത്താനെ തന്നെ എല്ലാവരും സ്വയം മനസ്സിലാക്കും. ഞാൻ അവരോട് പറയാനേക്കാളും ഉപരി അവർ സ്വയം മനസ്സിലാക്കി ഇത് താനെ ഇല്ലാതാവും. അവർ തീർച്ചയായിട്ടും ഇടപെടേണ്ട സമയം ഇടപെടും. അവർ തീർച്ചയായിട്ടും, നിങ്ങൾക്ക് തോന്നണ്ട മോഹൻലാൽ മമ്മൂട്ടി എല്ലാം ഈ സംഘടന തകരാനായിട്ട് നിലനിൽക്കുന്നില്ല. ഈ സംഘടന നിലനിർത്താൻ തന്നെയാണ് അവർ നിൽക്കുന്നത്. അത് സമയോചിതമായ സമയത്തല്ലേ പറയുള്ളൂ. ഞാൻ നിങ്ങൾ ഹീറ്റായിരിക്കുന്ന സമയത്തല്ലല്ലോ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞാൽ നടക്കുമോ? ഇപ്പം എന്ത് പറ്റി ശരിക്കും? പലരും അതിന് ഈ സമയത്ത് ശ്രമിച്ചാലുണ്ടല്ലോ പെട്ടെന്ന് ചിലപ്പോൾ വന്ന് അത് ബാക്ക് ഫയർ ചെയ്യും. കാരണം ഇമോഷണലായിട്ട് എല്ലാവരും വന്ന് ഭയങ്കര ബോയിൽഡാണ്. പറഞ്ഞു അങ്ങനെയൊക്കെ ഞാൻ ഇന്ന് എൻ്റെ ആവശ്യങ്ങൾ പറയാനായിട്ട് ഒരു മടിയുണ്ടായിട്ടില്ല. എന്ത് പറയണമെന്ന് തോന്നി അതൊക്കെ ഈ തരം ഗസ്സിങ് ആണ്. അല്ല, ഞാൻ പറഞ്ഞുതരാം, നീ ഇതിനേക്കാളും കൂടി ഇനി വേറെ എന്തെങ്കിലും പറയാതെ നീ ഒരു ഭാവനാപരമായിട്ടുള്ള പല കാര്യങ്ങളും നിനക്ക് ചോദിക്കാം. ഹലോ സുഹൃത്തെ, നിങ്ങൾക്ക് ഭാവനാപരമായിട്ടുള്ള പല ചോദ്യങ്ങളും ചോദിക്കാം. എൻ്റെ കാര്യം ഞാനാണ് പറയേണ്ടത്. അത് പറയാനുള്ള ത്രാണി എനിക്കുണ്ട്, ഞാൻ പറയുകയും ചെയ്യും. ഇത് ഞാൻ നിങ്ങളെ ഇന്ന് വിളിച്ചു കൂട്ടില്ലല്ലോ. ഞാൻ തീർച്ചയായിട്ടും ഇത് അവരവർ തിരിച്ചറിയുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. കാരണം അത് ഞങ്ങൾക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇത് ഇന്ന് മാത്രമാണ്. നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്തിട്ടില്ലേ? തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ഇന്നും ഉറപ്പ് വരുന്നു വന്നിട്ട് ഈ പ്രശ്നങ്ങൾ താനെ ഇല്ലാതാവും. അല്ലാതെ ഇത് തമ്മിത്തല്ലി പിരിയില്ല. ഞാൻ ഈ സമയത്ത് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞുതരാം, ഞാൻ അന്ന് പോയില്ല എന്നുള്ളത് സത്യമാണ്. അന്നത്തെ ജനറൽ ബോഡിയിൽ ഞാൻ പങ്കെടുത്തില്ല. ഞാൻ ആ സമയത്തിന് മുമ്പും അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ കാൻ ഫെസ്റ്റിവലിന് പോയേക്കായിരുന്നു. ഞാൻ അവിടെ വന്ന് സിനിമ കാണുന്നതിൽ 6 സിനിമ കാണുന്നതിൽ വ്യാപൃതരായിരുന്നു. അതുകൊണ്ട് ഞാനിതിനെ മനസ്സിലാക്കാതെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ അതിൽ ഇടപെടരുതെന്ന് ഞാൻ വിചാരിച്ചു. ഞാനിതിനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പഠിക്കട്ടെ, ഞാൻ അഭിപ്രായം പറയാം. ഇപ്പോൾ കോടതിയിൽ നിൽക്കുന്നൊരു വിഷയമല്ലേ, കോടതിയുടെ ഒരു തീരുമാനം മുമ്പിൽ നിൽക്കുകയല്ലേ, അത് ആ വഴി നിൽക്കട്ടെ. അതിനൊരു മാറ്റം ഉണ്ടാകുമ്പോൾ നമ്മൾ അന്നേരം പറയാം. ഞാനിത് പഠിച്ചു വരട്ടെ. അത് തീരണമല്ലോ. പഠിച്ചു വരുമ്പോൾ തീരുവാണെങ്കിൽ അത് വളരെ സന്തോഷമല്ലേ. അതിനകത്ത് എന്തിനാ നിങ്ങൾ ദുഃഖം കാണുന്നത്? ഇത് തീരരുതെന്നാണ് ആഗ്രഹം. അങ്ങനെ ഉണ്ടാവരുത് ദേവി. ഇത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇതിന് ഇത് കോടതി എന്താണ് തീരുമാനിച്ചത്? ഞാൻ കോടതിക്ക് മുമ്പിൽ ഞാനൊരു വലിയ ആളല്ലല്ലോ. കോടതിയെക്കാളും വലിയൊരാളാണോ ഞാൻ? അല്ലല്ലോ. കോടതി ഒരു തീരുമാനം എടുത്തതിനെതിരെ എനിക്ക് പറയാനുള്ള അവകാശമുണ്ടോ? എനിക്കില്ല. അങ്ങനെയല്ല. ഞാൻ ചോദിക്കണേ, കോടതി ഒരു തീരുമാനം എടുത്തിരിക്കുകയാണോ? ഇപ്പൊ ഞാൻ എന്ത് തീരുമാനം എടുത്താലും ഞാനൊരു കോടതിക്ക് എതിരായിട്ട് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. ഞാൻ കോടതിക്ക് അനുകൂലമായിട്ട് ഞാൻ പറയുന്നതിനകത്ത് വന്നാൽ പറഞ്ഞു പാലിക്കുന്ന ഒരു മൗനം ഉണ്ടല്ലോ, അതെല്ലാവരും പാലിക്കേണ്ടതല്ലേ? ഇപ്പൊ കൊക്കു പരമേശ്വരൻ വളരെ മാന്യമായിട്ട് ഇതിനെ നേരിടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഒരു മൗനം പാലിച്ച് മുന്നോട്ട് പോകണല്ലോ, ഒരു സ്ഥാനത്തിരിക്കുന്ന സ്ത്രീ കൂടെയാണല്ലോ. അപ്പൊ അതെല്ലാവരും പാലിക്കേണ്ടതല്ലേ? ചേട്ടൻ അങ്ങനെയാണെന്ന് തോന്നുന്നു. അല്ലേ, ഞാൻ എന്താ അറിയാമോ, ഓരോരുത്തരും ഓരോ വ്യക്തിത്വം ഉള്ളവരാ അമ്മയിൽ. കാരണം ഞങ്ങൾ അഭിനേതാക്കളാണ്. പലരുടെ ഇമോഷണൽ സെൻറ്റർ ചിലർക്ക് വന്നിട്ടുള്ളത് അത് സ്വയം അടക്കാനായിട്ടുള്ള ശക്തി ഉണ്ടാവാം, ബുദ്ധിപരമായിട്ട് നീങ്ങാനുള്ള ശക്തി ഉണ്ടാവാം, കഴിവുണ്ടാവാം. പലരും ഇമോഷണലായിട്ട് പെട്ടെന്ന് ചെന്ന് പ്രകടിപ്പിക്കുക. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ആരോപണം വന്നപ്പോൾ ശ്വേത ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. അത് ഫേസ് ചെയ്യാനായിട്ട് ഉള്ളൊരു പറ്റുന്നില്ല. അത് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഞങ്ങൾ എന്താ പറഞ്ഞാൽ ഞങ്ങൾ ഇമോഷണലായിട്ട് ഒരുപാട്
ഞാനൊരു മുതിർന്ന ഒരു സീനിയർ ആക്ടർ തന്നെയാണ്. ഞാൻ ഇതിൻ്റെ തുടക്കകാലത്തുണ്ട്. സിനിമയിൽ 80 തൊട്ട് ഞാൻ ഉള്ളവരാണ്. എനിക്ക് ഇരിക്കുന്ന എല്ലാ മെമ്പേഴ്സിനും നന്നായിട്ട് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരുത്തനാണ്. പക്ഷേ ഇതൊരു സമയമല്ല. എന്നേക്കാളും ഇതിൻ്റെ മുകളിൽ അധികാരങ്ങളും പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാരും ഉണ്ട്, മോഹൻലാലും മമ്മൂട്ടി. ഇന്ന് ഞങ്ങൾക്ക് അങ്ങനെ 2 പേരുള്ളത് ഞങ്ങളുടെ വലിയൊരു ആശ്വാസമായിട്ടാണ്. അവർ സംയോജിതമായ സമയത്ത് ഇതിനകത്ത് ഇടപെട്ട് ഇത് നിലനിർത്തുക എന്നുള്ളതിനകത്തേക്ക് എനിക്ക് ഒരു സംശയമില്ല. തീർച്ചയാണ് ഇതിനകത്ത് 100% എനിക്ക് ഞാൻ ഉറപ്പ് പറഞ്ഞു തരാം. ഇത് തകരാൻ മോഹൻലാൽ അനുവദിക്കില്ല. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടെ, ഞാൻ ഉത്തരം പറയാതെ അറിയാം അല്ലേ? ഉണ്ടോ? അപ്പൊ പിന്നെ എന്താ പ്രശ്നം?